പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സർക്കാർ ഏറ്റെടുത്ത കാലങ്ങളിൽ നഴ്സിംഗ് ജീവനക്കാർ അധിക ശമ്പളം കൈപ്പറ്റിയെന്നും ഈ തുക തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി. ഉത്തരവ് പ്രകാരം ഓരോരുത്തരും ശരാശരി 4.5 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കോളേജിലെ ജീവനക്കാർ. 30 വർഷമായി പ്രവർത്തിക്കുന്ന പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ജീവനക്കാരുടെ മുൻകാല സർവീസ് പരിഗണിക്കാതെ സർക്കാർ ഏറ്റെടുത്ത 6 വർഷത്തെ കാലയളവ് കണക്കാക്കിയാണ് നഴ്സിംഗ് ജീവനക്കാർക്ക് 1.5 വർഷമായി സർക്കാർ ശമ്പളം അനുവദിക്കുന്നത്. മിക്ക നഴ്സിംഗ് ജീവനക്കാർക്കും നേരത്തെ ലഭിച്ചതിൽ നിന്നും 10,000 മുതൽ 15,000 രൂപ വരെ കുറച്ചാണ് ഇപ്പോൾ ശമ്പളം നൽകുന്നത്. എന്നാൽ സർക്കാർ ഏറ്റെടുത്ത കാലങ്ങളിൽ സർക്കാരിന്റെ നിരക്കിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിയ നഴ്സിംഗ് ജീവനക്കാരുടെ ശമ്പള തുക തിരിച്ചുപിടിക്കാൻ ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഈ ഉത്തരവ് പ്രകാരം ശരാശരി 4.5 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ ഉള്ളത്. സർക്കാർ സ്ഥാപനമായി 6 വർഷം കഴിഞ്ഞിട്ടും പരിയാരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ജീവനക്കാരെയും സർക്കാർ ജീവനക്കാരാക്കുന്ന നടപടി പൂർത്തിയാക്കിയിട്ടില്ല. സഹകരണ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ജീവനക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യം പോലും സർക്കാർ സ്ഥാപനത്തിൽ പല ജീവനക്കാർക്കും ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ജീവിത ചെലവ് താങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് പണം തിരിച്ചടയ്ക്കണമെന്ന ഉത്തരവ് വരുന്നത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ട് ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും NGO അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഈ 2019 ഫിക്സേഷനോടുകൂടി ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ ജീവനക്കാർക്ക് അധികമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം തിരിച്ചടക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കും എന്നുള്ളൊരു തരത്തിലുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് ശമ്പളം അധികമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2019 കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളമാണ് ഇപ്പോഴും കിട്ടുന്നത്. ഇപ്പോൾ 2019 ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അത് സംരക്ഷിച്ചുകൊണ്ട് വേണം അത് ഏറ്റെടുക്കാൻ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇപ്പം വിചിത്രമായ ഇത്തരം ഒരു ഉത്തരവ് വന്നിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ സമയത്ത് പല നഴ്സുമാർക്കും ഏകദേശം 19,000 രൂപയോളം ശമ്പളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്നും കുറഞ്ഞിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് ഇവർ തിരിച്ചടക്കേണ്ടത് എന്നൊന്നും ഇപ്പം ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ശമ്പളം പോലും കിട്ടാതെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം നടപടികളായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരം നടപടികൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നിട്ടിറങ്ങേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.